SAP S/4HANA പബ്ലിക് ക്ലൗഡ് ഉപയോഗിക്കുന്നവർക്ക് കസ്റ്റമൈസേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ BTP അഥവാ ബിസിനസ് ടെക്നോളജി പ്ലാറ്റ്ഫോം നിർബന്ധമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. നിങ്ങൾ കസ്റ്റമൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അബാബ് ആണ് എന്നുണ്ടെങ്കിൽ BTP നിർബന്ധമില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇതിനു വേണ്ടിയിട്ട് SAP ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ഫീച്ചറാണ് ഡെവലപ്പർ എക്സ്റ്റൻസിബിലിറ്റി അഥവാ എംബഡഡ് സ്റ്റീം പങ്ക്. എംബഡഡ് സ്റ്റീം പങ്ക് എന്നുള്ള ഈ ഒരു പേര് ഒഫീഷ്യലി ഉപയോഗിക്കുന്ന ഒരു പേരാണ്. പേര് വന്നത് രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ SAP ഡെവലപ്പേഴ്സ് അബാബ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ ക്ലൗഡ് റെഡി ആക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്തിരുന്ന സമയത്ത് ഇതൊരു പഴയ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അവർ സ്റ്റീം പങ്ക് എന്നുള്ളൊരു വേർഡാണ് യൂസ് ചെയ്തത്. കാരണം സ്റ്റീം പങ്ക് എന്ന് പറയുന്നത് 70s-ലും 80s-ലും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റീം എഞ്ചിനുകളുടെ ആ ഒരു കാലഘട്ടത്തിനെ സയൻറ്റിഫിക് ഫിക്ഷനിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്റ്റീം പങ്ക് കാലഘട്ടം എന്നുള്ളൊരു ഏജാണ്. അതിനുശേഷം SAP റിയലൈസ് ചെയ്തു ഈ മോഡേൺ ക്ലൗഡ് സേഫ് അബാബ് S/4HANA സിസ്റ്റത്തിനകത്തോട്ടും ഡെവലപ്പേഴ്സിനെ റൈറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ BTP ഇല്ലാതെ തന്നെ ഇതിനെ ഡയറക്റ്റ്ലി S/4HANA സിസ്റ്റത്തിനകത്തോട്ട് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് അതിനെ എംബഡഡ് സ്റ്റീം പങ്ക് എന്നുള്ളൊരു പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് ഡെവലപ്പർ എക്സ്റ്റൻസിബിലിറ്റി എന്നുള്ളതും ഈ ഡെവലപ്പർ എക്സ്റ്റൻസിബിലിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് BTP ഇല്ലാതെ ഏതൊക്കെ സിനാരിയോസിലാണ് കസ്റ്റമൈസേഷൻസ് ചെയ്യാൻ സാധിക്കുന്നതെന്നും BTP ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ സിനാരിയോസിലാണ് കസ്റ്റമൈസേഷൻസ് ചെയ്യേണ്ടത് എന്നും നമുക്ക് നോക്കാം. സോ എന്താണ് ഡെവലപ്പർ എക്സ്റ്റൻസിബിലിറ്റി? നമുക്ക് BTP റൺ ടൈമിൻ്റെ ആവശ്യമില്ലാതെ റാപ്പ് കോഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് S/4HANA സിസ്റ്റത്തിനകത്ത് കോഡ് ചെയ്യുന്നതിനെയാണ് ഡെവലപ്പർ എക്സ്റ്റൻസിബിലിറ്റി എന്ന് പറയുന്നത്. ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് നമുക്ക് ഡെവലപ്പർ എക്സ്റ്റൻസിബിലിറ്റി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുക? സോ നമ്മളൊരു ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുകയാണ്. ആ ബിൽഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് S/4HANAയിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്യുകയും അതുപോലെ തന്നെ റൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബേസിക് ലെവലിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ ബിൽഡ് ചെയ്യുകയാണ്. അത് ബിൽഡ് ചെയ്യുന്നത് നമ്മൾ അബാബ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ബിൽഡ് ചെയ്യുന്നത്. ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ഡെവലപ്പർ എക്സ്റ്റൻസിബിലിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BTP ഇല്ലാതെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ BTP ഉപയോഗപ്പെടുത്തേണ്ട സിറ്റുവേഷൻസുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കോഡ് ചെയ്യുന്നത് അബാബ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലല്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ജാവ അല്ലെങ്കിൽ പൈത്തൺ അല്ലെങ്കിൽ Node.js ഇതുപോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് BTP ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നമ്മുടെ S/4HANA സിസ്റ്റം നമ്മൾ വേറൊരു സിസ്റ്റവുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെയിൽസ്ഫോഴ്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് BTP ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം BTPക്കകത്തുള്ള SAP ഇൻ്റഗ്രേഷൻ സ്യൂട്ട് നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ആ SAP ഇൻ്റഗ്രേഷൻ സ്യൂട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ BTP യൂസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമൈസേഷൻസ് ഈസ് റിലേറ്റഡ് ടു AI അല്ലെങ്കിൽ ഓട്ടോമേഷൻ എന്നിവയൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് BTP ഉപയോഗപ്പെടുത്തണം. കാരണം BTPക്കകത്താണ് ബിൽഡ് പ്രോസസ് ഓട്ടോമേഷനും അതുപോലെ തന്നെ SAP AI കോർ തുടങ്ങിയ സർവീസുകളെല്ലാം ഉള്ളത്. ഈ സർവീസുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് കസ്റ്റമൈസേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് BTP ഉപയോഗിക്കണം. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കസ്റ്റമൈസേഷൻസ് അബാബ് യൂസ് ചെയ്തിട്ടാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്, BTPനകത്തുള്ള ഒരു സർവീസും നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പർ എക്സ്റ്റൻസിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതല്ല ഇൻ്റഗ്രേഷൻസ് ആണ്, അതുപോലെ തന്നെ നോൺ അബാബ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ AIയും ഓട്ടോമേഷനും പോലുള്ള സർവീസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് BTP ഉപയോഗിച്ച് കസ്റ്റമൈസേഷൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.